ഇത് ഇഗ്വാന എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വെജിറ്റേറിയനാണ്. പിന്നെ ആൾക്കാരങ്ങനെ ഉപദ്രവിക്കലില്ല. നമ്മൾ ചെറുപ്പം മുതലേ അതിനെ നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും പോക്കറ്റിലും തലയിലും ഒക്കെ എടുത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് മൊബൈലിലൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഇത് കഴിയുമ്പോഴത്തേന് ഈ പ്രസവിക്കുന്ന സമയമാകുമ്പോഴത്തേനും പുള്ളി ഇച്ചിരി അടച്ചിലാണ്. ആ സമയത്താണ് ഞാൻ കടി കിട്ടിയത് പറഞ്ഞില്ലേ, അങ്ങനെ കടി. പിന്നെ വേറെ ആളെയും കൊണ്ട് ഉപദ്രവമൊന്നുമില്ല, സൈലൻ്റാണ്. വേറെ ഒച്ച അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഭക്ഷണം കുറച്ച് മതി, അധികം ഭക്ഷണവും വേണ്ട. പിന്നെ വെള്ളം വെച്ച് കൊടുത്താൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. ചൂടും കൊള്ളിക്കണം, വെയിലും കൊള്ളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പത്തിലൊക്കെ വെയിൽ കൊള്ളിച്ചിട്ടിരുന്നതാണ്. പിന്നെ വലുതായപ്പോഴത്തേനും ഈ വാലിന് അടി തുടങ്ങിയപ്പോഴത്തേനും സംഗതി നമ്മളെ കയ്യിലെടുക്കൽ നിർത്തി. മത്തങ്ങ, മുരിങ്ങയുടെ ഇല, പിന്നെ മല്ലിയുടെ ഇല, ക്യാരറ്റ്, പച്ചക്കറി സാധനം എന്ത് കൊടുത്താലും അരിഞ്ഞിട്ട് കൊടുത്താൽ പുള്ളി തിന്നോളും. അത് പല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളി അത് കടിച്ചു കൊടുത്ത് തിന്നും. മോണക്ക് അത്ര അര, അതാണ് കടിച്ചപ്പോൾ പോലെ കൈ കീറിപ്പോയില്ല. മോണക്കല്ല അരവെള്ളമാണ്. പല്ലില്ല സാധനത്തിന്. ആ കടിച്ചെങ്കിലും നമ്മുടെ കൈ ഇതായി കളഞ്ഞു. ഉടുമ്പിനെ പോലെ ഉടുമ്പിനൊന്നും പല്ലില്ലല്ലോ, വിഴുങ്ങില്ല. അത് തന്നെ സാധനം, വിഷമില്ല സാധനത്തിന്. അതൊക്കെ അടിച്ചപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഇത് പല്ലിയുടെ അനത്തിൽപ്പെട്ടതാണ്, അതിന് വിഷമില്ല, അതുകൊണ്ട് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തില്ല. അപ്പോൾ അതിനെ കടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 കൊല്ലമായി. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് പൊറുക്കുകയും ചെയ്തു. പിടിയും ആൾ സൈലൻ്റാണ്. ഇവിടെ കിടക്കണ്ടെന്ന് പോലും അറിയില്ല. അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഓട്ടം ഭയങ്കര, ഉടുമ്പോൾ ഓടുന്നേക്കാൾ സ്പീഡിൽ ഓടും. ഒരു ദിവസം പുള്ളി അഴിഞ്ഞു പോയിട്ട് ഞങ്ങൾ 5 പേര് കൂടി പിടിച്ചെടുത്ത്. അങ്ങനെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മുട്ടയുടെ സമയത്താണ് മൂപ്പിൽ ദേഷ്യം. ആ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ആണിന് പിടിച്ച കുഴപ്പമില്ല, ആണ് ഉപദ്രവിക്കില്ല. ആ ചുമപ്പാണ്, ആ നീലയും പച്ചയും പെണ്ണ്. ഇപ്പോൾ രണ്ടിൻ്റെ വയറ് ഒരുപാട് ഇതായിട്ട് തന്നെ ഉണ്ട്. ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേനും മുട്ടയിടും. ഈ കൊല്ലം എങ്ങനെയാണെന്ന് അറിയില്ല. ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടോ. ആണും പെണ്ണായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ കണ്ടിട്ടില്ല. ക്രോസ് ചെയ്യണ്ടോയെന്നും അറിയാൻ പാടില്ല. പകലും രാത്രിയൊന്നും കണ്ടിട്ടില്ല. ഇനി അതാണ് വിരിയാത്തതെന്നും അറിയാൻ പാടില്ല. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളോടും പക്ഷികളോടും ഒക്കെ എനിക്ക് താല്പര്യം. നമുക്കതൊരു ക്രേസാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരുപാട് കിളികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതലുണ്ടായതാണ്. നമുക്ക് ആ കൊറോണ വന്നതോടുകൂടി നമുക്ക് സീരിയസ് ആയിപ്പോയി, ഇച്ചിരി ഇതായിപ്പോയിരുന്നു. അതിപ്പോൾ എല്ലാത്തിനും കൊടുത്തതാണ്. ഇഷ്ടംപോലെ സാധനം ഇവിടെ ഉണ്ടായതാണ്. അറവുകളും പാത്ത അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടായത്. നമുക്ക് ഇതിനോടൊരു ചെറുപ്പം പോലെ ക്രേസാണ്. ഒരു കടയിൽ ചെന്നപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേന് ആ പിള്ളേരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തന്നതാണ്, പുതിയതിലാണ് കട. അപ്പം ഞാൻ ഇതിന് കൊടുക്കേണ്ടത് 23,000 രൂപ അതിൻ്റെ വില അന്നത്തെ മേടിച്ചത്. 20 രൂപ ഉള്ളിൽ തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നപ്പോഴും എൻ്റെ കയ്യിൽ ഇവിടെ ഷോൾഡറിൽ ഇരിക്കും, തലയിൽ വയ്ക്കും, ഇവിടെ ആരുടെ കയ്യിലിരിക്കും. ഒരു കുഴപ്പമില്ല, പോക്കറ്റിൽ കിടക്കും, ഒരു ഉപദ്രവമില്ല. നമ്മൾ പിടിച്ച് മാറ്റി നമ്മളെ മാന്ത് പോലും ഇല്ല, നമ്മളിതൊന്നും ഇറുക്ക് പോലും ചെയ്യില്ല. അങ്ങനത്തെ ഇതായിരുന്നു. ആൾ വലുതായപ്പോൾ സ്വഭാവം പയ്യെ മാറി തുടങ്ങി. പ്രത്യേകിച്ച് ഈ മുട്ടയിടുന്ന സമയത്ത് ഇച്ചിരി ദേഷ്യമാണ്. അപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിക്കുമ്പോൾ പറഞ്ഞ മുട്ടയിടുന്ന സമയത്ത് ആളിച്ചിരി ദേഷ്യത്തിലാന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലാന്ന് ഓർത്താണ് അത് അടിയും കടിയും. വാലിനടി ഭയങ്കര. വേറെ സ്വാമി ഉള്ളതെന്ന് പുള്ളിയും പറഞ്ഞു ഇത് രക്ഷപ്പെടണം വാലിനടിച്ചാന്ന് പറഞ്ഞു. അടി എന്ന് പറഞ്ഞാൽ തീരെ അടി നമുക്ക് കിട്ടിയ. ഇതിനിപ്പോൾ ഒരു 3 വയസ്സുണ്ട്. ഞാൻ മേടിച്ചിട്ട് 3 വർഷമായി. ഞാൻ മേടിക്കുമ്പോൾ കൂടി വന്നാൽ 6 മാസം പ്രായമുള്ളൂ. 6 മാസം ഇത്ര ഉണ്ടായി. ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുണ്ട്. ഒരു ഡിസംബർ മാസത്തിലാണിത് മുട്ടയിടുന്ന സമയം. ഒരു 40, ആദ്യത്തെ പ്രാവശ്യം 35 മുട്ടയിട്ട്, രണ്ടാമത്തെ പ്രാവശ്യം 42 മുട്ടയിട്ട്. മുട്ടയ്ക്ക് തോടില്ല, തോലുമുട്ട പോലത്തെ മുട്ടയാണ്. അത് ഒന്നിനെ വിരിഞ്ഞില്ല. 2 പ്രാവശ്യം ഞാൻ മണ്ണിൽ കുഴിച്ചിട്ട് നോക്കി. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ പലരോടും ചോദിച്ചെങ്കിൽ വിരിയിക്കണ കാര്യത്തെ പറ്റി ആർക്കും വ്യക്തതയില്ല. തന്നാക്കില്ല, മേടിച്ച ആളോട് 2 നേരം ചോദിച്ചു. അവരൊന്നും ഈ വിരിയുന്ന കാര്യത്തെപ്പറ്റി അവർക്കൊരു വ്യക്തതയില്ല. പിന്നെ മൊബൈലിൽ യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ട് നോക്കി. ഒന്നിൻ്റെ അനത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടും വിരിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇത് അടയിരിക്കുമെന്നും പറഞ്ഞ് ഒരു പാർട്ടി പറയുമ്പോൾ ഞാനൊരു 10 എടുത്ത് പുള്ളിക്ക് അട വെച്ച് പോയി. അത് 10 പുള്ളി തിന്ന്. അതാണ്. അപ്പോൾ അതും ഒരു സക്സസ് അല്ല. ഇത് ഒന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി പോയി മുട്ടയിട്ട് പോരുമ്പോൾ തന്നെ വിരിഞ്ഞ് പോകുമല്ലേ. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ട് കുഞ്ഞുങ്ങളിങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ട് ഈ മണ്ണിലിങ്ങനെ മൂടി വെച്ചിട്ട്. അതുകൊണ്ടാണ് മണ്ണിൽ മൂടി വെച്ചത്. പക്ഷേ അതും നമുക്ക് വലിയ ഗുണം കിട്ടിയില്ല, പ്രയോജനം കിട്ടില്ല. 90 ദിവസം വേണം വിരിയാനെന്നൊക്കെ പറഞ്ഞു. 90 ദിവസം ഇരുന്നെങ്കിലും വിരിഞ്ഞില്ല. പിന്നെ ലാസ്റ്റ് മുട്ടയെടുത്ത് പൊട്ടിച്ച് പൈലൊന്നും ഉണ്ടായില്ല. ചിലവ് കുറവാണ്. നമ്മളെന്തെങ്കിലും പൈസ കിട്ടുന്ന സാധനമൊക്കെ ഇട്ട് കൊടുത്താലും മതി. നമ്മൾ പൈസ കൊടുക്കാറില്ല. ഞാനൊരു മത്തങ്ങ മേടിക്കും, അത് മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കും, മുറിച്ച് കുറച്ച് കാലത്ത് അരിഞ്ഞെടുക്കും. അരിഞ്ഞ് മറ്റേ കാര്യമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അത് വൈകുന്നേരം വരുമ്പോൾ അത് തീരും. അത്രേ ഉള്ളൂ. ഭക്ഷണം കുറയും. പിന്നെ വെള്ളം കുടിക്കുക ശരിക്കും.
പച്ചവെള്ളം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒരു ട്രയൽ ഒഴിച്ചാൽ ആ വെള്ളത്തിൽ മുങ്ങി കിടക്കും. അത് രാവൊന്നുമില്ല പകലൊന്നുമില്ല. വെയിൽ ശരിക്കും ഇതിന് വെയിൽ കൊള്ളിക്കണമെന്ന് പറയണം. നമ്മൾ പുറത്തിറങ്ങി സൂര്യപ്രകാശത്തിന് ശരിക്കും അടിക്കണം. ഇപ്പോൾ ഇവിടെ വെയിൽ വരുമ്പോണ്ടല്ലോ ആ താഴത്തിറങ്ങി പനി കിടക്കും. ഈ നേരത്തെ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ വലുതായ പിന്നെ ഉദരമായ പിന്നെ നമ്മൾ ഇച്ചിരി മടിയായി, പിന്നെ പുറത്തിറക്കലില്ല. പച്ച ആണുണ്ട് പെണ്ണുമുണ്ട്, ചുമപ്പ് ആണുണ്ട് പെണ്ണുമുണ്ട്. ഇതിപ്പോൾ നമുക്കങ്ങനെ കിട്ടുമ്പോഴത്തേനും ഞാനിപ്പോൾ ഒരു ആണും പെണ്ണും വേണമെന്ന് പറഞ്ഞാണ് നടന്നപ്പോഴാണ് ഈ ആണും പെണ്ണും. ആണെപ്പോഴും ചെറുപ്പമായിരിക്കും, പെണ്ണിടത്തുള്ള സൈസ് ഉണ്ടാവില്ല. കണ്ടോ ആ ചുമപ്പിനെ കണ്ടോ? അത് പെണ്ണ് ആണെപ്പോഴും ഇച്ചിരി ചെറുതാണ്. അപ്പോൾ എന്നോട് പലരും പറയും പെണ്ണിങ്ങനെ ആ ബോഡി പിന്നെ വലുതാവും പിന്നെ മുട്ടയിടേണ്ട ഇത് വേണമല്ലോ. വേറെ അവർ ഒന്നിച്ചിട്ടെന്ന് വെച്ചാൽ ശല്യമൊന്നുമില്ല, തല്ലുപിടുത്തമില്ല, കൂട്ടായിട്ടിരുന്നുള്ളൂ. നമുക്കുള്ള താല്പര്യം വേണമല്ലോ എന്തിനും. ആ താല്പര്യത്തിന് പുറത്ത് അങ്ങനെ വെക്കുന്നതാകത്തുള്ളൂ. എൻ്റെ അറിവിൽ ഇവിടെ അടുത്തൊന്നുമില്ല. ആ കടക്കാരൻ നിർത്തിയും പോയി. പുള്ളി പറഞ്ഞ് ഇത് വലിയ മെച്ചമുള്ള ഏതായാലും പറഞ്ഞ് പുള്ളി നിർത്തി. ഇതങ്ങനെ ഒന്നാമത്തെ ഈ സാധനത്തിന് വില കൂടുതലല്ലേ. ഒരു ചെറിയ പീസ് മേടിക്കുന്ന 23,000 രൂപയാണ്. അപ്പോൾ ഒരുമാതിരിക്കാരന് അതിനുള്ള ആ ബുദ്ധിമുട്ട്. പിന്നെ ഇതിന് പ്രയോജനമില്ല ഉണ്ടല്ലേ. പിന്നെ ഒരു തത്തേനെ മേടിച്ചാൽ വർത്താനം പോലും പറയും. ഇത് അതുപോലും ഇല്ല. ഈ മുട്ട ഇട്ടിട്ട് വിരിയണമില്ല. പിന്നെ നമ്മൾക്ക് അതിനുള്ള സ്നേഹവും ഒരു ആത്മാർത്ഥത ഉള്ള ആരെ കൊടുക്കാനും തോന്നുന്നില്ല. അയാലും കിടത്തില്ല. നമുക്ക് വേറെ വലിയ ചിലവൊന്നുമില്ല. ഓട്ടെ അല്ലേ, വലിയ ചിലവുകളൊന്നും നമുക്കില്ല. ഇപ്പോൾ ഒരു മത്തങ്ങയുടെ ഒരു കഷ്ണം കൊടുത്താൽ മതി. മുരിങ്ങ ഇവിടെ ഉണ്ട്, നമ്മുടെ മുരിങ്ങയുടെ ഇലയും പറിച്ചു കൊടുക്കും. പിന്നെ ആ മല്ലിയുടെ ഇലയും കൊടുക്കും. മല്ലിയുടെ ഇല വലിയ ഇഷ്ടമാണ്.